ഡിപ്രഷൻ എന്ന് പറയുന്നത് സൈക്കാട്രിയിലെ കോമൺ കോൾഡാണ്. കോൾഡ് നമുക്ക് വരുന്നത് നമുക്ക് മറ്റ് അണ്ടർലൈങ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഡിപ്രഷനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കാണാം. ടോക്സിക് പോസിറ്റിവിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഇല്ല, എല്ലാം ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി, അഫർമേഷൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോഴേ മനുഷ്യർ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോവാണ്. ഈ ഒരുപാട് മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കേട്ട് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം അതാണ്. അതിൽ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യർ അവിടെ ഒരു ഫെയിലിയർ ആയിട്ട് കണ്ടു തുടങ്ങും. അതെ, കാര്യം വ്യത്യാസങ്ങളാണ് മനുഷ്യരുടെ മുഖമുദ്ര. അതിനെ പരിഗണിക്കാതെ കാടടച്ച് വെടിവെക്കുന്ന ഒരു സംവിധാനം ഒരു കാലത്തും ഹെൽപ്ഫുൾ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലർ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ ഉപദ്രവിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വരെ പോകാം. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി. നമ്മൾ കഴിഞ്ഞ കോൺവെർസേഷൻ ഓൺ ഡിപ്രഷൻ അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കണം എന്നുണ്ടായിരുന്നു സീനോട്. നമ്മൾ പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ, അതിപ്പോൾ ഒരു ഷിഫ്റ്റ് ഇൻ ലൊക്കേഷനാവും, ജോലി പോകുന്നത്, മരണം, ബ്രേക്കപ്പ്, ഡിവോഴ്സ്, ഇതൊക്കെ വരുമ്പോൾ ഒരു പാറ്റേൺ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അതും ക്ലിനിക്കൽ ഡിപ്രഷനിൽ തന്നെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അതെ, സിംറ്റംസ് ഒക്കെ സിമിലർ ആയിരിക്കും, കോസിൽ ചേഞ്ച് വരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ മറ്റേത് കുറേയും കൂടെ ഒരു മേജർ ഡിപ്രസീവ് ഡിസോർഡർ, ചിലത് എൻഡോജിനസ് ആയിരിക്കും, ജെനറ്റിക് ഫാക്ടേഴ്സ് കൂടുതലായിരിക്കുമെങ്കിൽ ഇതിന് നമ്മൾ പൊതുവേ റിയാക്റ്റീവ് ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. അതായത് പുറമേ നിന്നുള്ള കാരണങ്ങളോടുള്ള ഒരു പ്രതികരണമായിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിട്ടുള്ള ഡിപ്രഷൻ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഫോർ എക്സാമ്പിൾ, ലിവിങ് വിത്ത് എ വെരി ഡിഫിക്കൽട്ട് പാർട്ട്ണർ. അപ്പോൾ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള പാർട്ട്നേഴ്സിൻ്റെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക്, അതിപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും, കുറേ കാലം കഴിയുമ്പം അവരുടെ റിസോഴ്സസ് ഡ്രെയിൻഡ് ആയിട്ട് ഇതിൽ മാറ്റമൊന്നും വരില്ലല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ഹെൽപ്ലെസ്നെസ് വരുമല്ലോ, പിന്നെ അവരുടെ പ്രതീക്ഷ പോകുമല്ലോ. മറ്റേയാൾ ഇവരെ തീരെ വാല്യൂം കൊടുക്കുന്നുണ്ടാവില്ല, അപ്പോൾ അവരുടെ സെൽഫ് വർത്തും കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ റിയാക്റ്റീവ് ഡിപ്രസീവ് ഫീച്ചേഴ്സ് വരാറുണ്ട്. പക്ഷേ അൺലൈക്ക് ദി അതർ മേജർ തിങ്, അതിനകത്ത് ഇങ്ങനെ സാഡ് മൂഡും എല്ലാ ആക്ടിവിറ്റിയും ലോ ആണെങ്കിൽ റിയാക്റ്റീവ് ഡിപ്രഷനിൽ മൂഡ് വിൽ ബി മോർ ഓഫ് ഇറിറ്റബിലിറ്റി. ആൾക്കാർ ഇങ്ങനെ ഒരു ചൊറിയൻ ചെയ്യുമ്പോൾ പോലെ ആവുകയാണ് ചെയ്യുക. അവർ ഹൈലി ഇറിറ്റബിൾ ആയിരിക്കും, അവർക്ക് ആങ്കർ ഡിസ്കൺട്രോൾ ഉണ്ടാകും, ചിലപ്പോൾ അവർക്ക് സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ടാകും, അവർ സെൽഫ് കെയർ അവരുടെ പാടെ കുറയും, അവർ ജസ്റ്റ് അവരുടെ കടമകൾ മാത്രം നിർവഹിച്ച് ജീവിക്കുന്ന മനുഷ്യരായിട്ട് ചിലപ്പം മാറും. എന്നുവെച്ചാൽ കുറേ നാളൊക്കെ എത്തി ഇവരെ കാണുമ്പോഴേ വല്ലാതെ മാറിപ്പോയി എന്നുള്ളത് ഇവർക്കൊരു ധാരണ തന്നെ ഉണ്ടാവില്ല. ബിക്കോസ് ദേ ആർ നോട്ട് എൻഗേജിങ് ഇൻ എനി സെൽഫ് കെയർ. അത്രയും അവർ ഡ്രെയിൻഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ, നമ്മൾ ബിഫോർ വി ഡിസ്കസ് വിമൻ ആൻഡ് ചിൽഡ്രൻ, ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ ഹൗ ഡു യു ഡിഫൈൻ ഇതിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്? ഇപ്പോൾ സൈക്കാട്രിസ്റ്റിനെ റെഫർ ചെയ്യണോ, അല്ലെങ്കിൽ തെറപ്പി മതിയോ, അതോ ഇറ്റ്സ് ജസ്റ്റ് എ ലൈഫ് സ്കിൽ ട്രെയിനിങ്? മേജർ ഡിപ്രസീവ് ഡിസോർഡർ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോഴേ അതിനകത്ത് സൈക്കോട്ടിക് ഡിപ്രഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് ഡെലൂഷണൽ ബിലീഫ്സോ, വളരെ മിഥ്യാധാരണകൾ എന്ന് പറയും. ചുറ്റുമുള്ള ആൾക്കാർ സംസാരിക്കുന്നത് എന്നെ കുറിച്ചാണെന്ന് തോന്നുക. അപ്പോൾ ഒരു സംശയം അധിഷ്ഠിതമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ പുറത്ത് സംഭവിക്കുന്ന ഒരു കാര്യത്തിൻ്റെ മീനിങ് ഇതാണെന്ന് തോന്നുക. അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ അംഗവിക്ഷേപങ്ങൾ, മീൻസ് ജെസ്റ്റേഴ്സ് എന്നോ ചേഷ്ടകളിൽ നിന്നോ ഇവർക്ക് എതിരായിട്ട് എന്തെങ്കിലും പ്ലോട്ട് ചെയ്യുകയാണെന്നൊക്കെ തോന്നുക. പക്ഷെ ഇതിനൊന്നും യാതൊരു ഫിസിക്കൽ ലോജിക്കും കാര്യങ്ങളും എവിഡൻസസും ഒന്നും ഇല്ലാതിരിക്കുക. നമ്മൾ ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അവരോട് കോൺട്രറി ആയിട്ടുള്ളത് പ്രസൻറ്റ് ചെയ്താലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റാതിരിക്കുക. അപ്പോൾ ഡെലൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അൺഷേക്കബിൾ ബിലീഫ് ഈവൻ വെൻ യു പ്രൊവൈഡ് എവിഡൻസസ് ടു ദ കോൺട്രറി ആൻഡ് കീപ്പിംഗ് ഇൻ ടേംസ് വിത്ത് കൾച്ചറൽ എന്താ പറയുക മിലിയു എന്ന് പറയും. അതായത് ഇപ്പോൾ ചിലതരം റിലീജിയസ് ചടങ്ങുകളിൽ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനെ നമ്മൾ ഡെലൂഷനായിട്ട് കണക്കാക്കില്ല. കാര്യം അതൊരു ജനത വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഡെലൂഷൻ അല്ല. ഓക്കെ, നമ്മളുടെ കൾച്ചറൽ കാര്യങ്ങളുമായിട്ട് കീപ്പ് ചെയ്യാത്ത ഔട്ട് ഓഫ് അതിനെയാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. ഇപ്പം മാർസിൽ ഡിപ്രഷൻ തന്നെയാണ്, ഡിപ്രഷൻ സൈക്കോട്ടിക് ഡിപ്രഷനാണ്. അപ്പം അതിൽ ലോ മൂഡ് കൂടാതെ ഈ സിംറ്റംസും കൂടി ഉണ്ടാകും. അപ്പോൾ ഒരാൾ മാർസിൽ ഇരുന്നിട്ട് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള
അങ്ങനത്തെയൊക്കെ കേസസ് ഒക്കെ വരും. ആ. ഓക്കെ, അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഞാനറിയാതെ ഒരു സാറ്റലൈറ്റ് വെച്ചിട്ട് എന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് വരാം. എപ്പോഴെങ്കിലും ഇങ്ങനെ കേസസ് വന്നിട്ടുണ്ടോ? നമ്മളത് കാണുമ്പോൾ അത് വേറൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്, പക്ഷെ ഡിഗ് ചെയ്ത് എത്തിയപ്പോൾ അത് ഡിപ്രഷൻ ആണ്. കാരണം പലപ്പോഴും നമ്മൾ വേറെ കാര്യങ്ങൾ കാണുമ്പോൾ അതിനൊരു സൊസൈറ്റൽ അക്സെപ്റ്റൻസ് കാണും. ഡിപ്രഷൻ എന്ന് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് കാണില്ല. അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്? ഇഷ്ടംപോലെ ഉണ്ട്. ചില ആൾക്കാർ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ അതർ ഫാക്ടേഴ്സ് ക്യാൻ ട്രിഗർ ഡിപ്രഷൻ എന്ന് പറഞ്ഞല്ലോ, എയിൽമെന്റ് ആവാം അല്ലേ. അപ്പോൾ പുറത്തുനിന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള നഷ്ടങ്ങൾ കൊണ്ടിട്ട് ഒക്കെ ഡിപ്രഷൻ വരുന്നുണ്ടല്ലോ മനുഷ്യർക്ക്. അപ്പം നമ്മൾ ഒരാൾ പ്രസൻറ്റ് ചെയ്യുന്നത് അയാൾക്ക് ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് മിസ്റ്റേക്സ് വരുന്നു, ഞാൻ സ്ലോ ആകുന്നു, എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള സിംറ്റം വളരെ വേഗ് സിംറ്റംസ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എത്ര കാലം മുമ്പേ വരെ ഓക്കെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് അവരൊരു ടൈം പീരീഡ് പറയുക, 5 വർഷം മുമ്പേ വരെ ഓക്കെ ആയിരുന്നു. സോ വാട്ട് ഹാപ്പൻഡ് 5 years ബാക്ക്, ഹൂ ഹേർട്ട് യു എന്ന് ചോദിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കുമ്പോഴാണ് അവരൊരു പക്ഷേ അവരുടെ ഒരുപാട് നാളായിട്ട് അവർ ചെറിഷ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടത് പറയുക. അപ്പോൾ ആ റിലേഷൻഷിപ്പിൻ്റെ ലോസിൽ നിന്നുണ്ടാകുന്ന ഗ്രീഫ് ഡിപ്രഷന് ഇക്വലൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഒരേപോലത്തെ ബ്രെയിൻ കെമിക്കൽ ചേഞ്ചാണ് അതിൽ സംഭവിക്കുന്നത്. അത് ട്രീറ്റ്മെൻറ്റ് വാറണ്ടി ചെയ്യുന്നൊരു കാര്യവും കൂടെയാണ്. പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ, അതായത് ഇഫ് യു ഡോണ്ട് ഹാവ് ക്ലോഷർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി മോർ പെയിൻഫുൾ. ഗോസ്റ്റിംഗ്, ഗ്യാസ് ലൈറ്റിംഗ് എന്നൊക്കെ പറയുന്ന ഇമോഷണൽ അബ്യൂസ് കൊണ്ട് ആൾക്കാർക്ക് എന്താണ് സംഭവിക്കണതെന്ന് മനസ്സിലാവാണ്ട് അവർ വന്നിട്ട് വളരെ വേഗ് കംപ്ലയിൻറ്റ്സ് പറയും. പക്ഷേ നമ്മൾ ഡിഗ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ദേ ആർ ഡിപ്രസ്ഡ് ഓർ ദേ ഹാവ് ബീൻ റിമൈനിങ് ഡിപ്രസ്ഡ് ഫോർ ക്വൈറ്റ് എ വൈൽ. അപ്പോൾ ഈ ഡിസ്തൈമിയ എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ പറഞ്ഞല്ലോ, 2 വർഷത്തിന് മുകളിലായിട്ട് ഡിപ്രസ്ഡ് ആണ്, മൈൽഡ് ഡിപ്രസീവ് ഫീച്ചേഴ്സ് ആണ്, പ്ലസ് ഇപ്പോൾ ഒരു മേജർ ട്രിഗറും ഉണ്ട്. അപ്പോൾ ഡിസ്തൈമിയ ഉണ്ടായിരുന്ന ഒരാൾക്ക് ഇപ്പോൾ ഒരു ഡിപ്രസീവ് എപ്പിസോഡ് വരുമ്പോൾ ഇറ്റ് ഈസ് വേഴ്സ്. അതിന് നമ്മൾ ഡബിൾ ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. എന്തിനോട് സാൻഡ്വിച്ച്ഡ് ആകുന്നു, സീക്വൻഷ്യലി വരുന്നു എന്നുള്ളതൊക്കെ അനുസരിച്ച് ടെർമിനോളജി മാറുകയും ട്രീറ്റ്മെൻറ്റ് മാറുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ അവനവനെ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ, അതാണ് സൈക്കോതെറപ്പിയുടെ റോള് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ സെൻസ് ഓഫ് സെൽഫ് വർത്ത് കുറവാണെങ്കിൽ, സെൽഫ് എസ്റ്റീം കുറവാണെങ്കിൽ അതിൽ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള സൈക്കോതെറപ്പീസ് ഉണ്ട്. നമുക്ക് അൺനെസസറി ഗിൽട്ടാണ് കാര്യങ്ങളെ പറ്റിയെങ്കിൽ അത് നമ്മളിങ്ങനെ ഇൻ്റർഫെയർ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ചേഞ്ച് വരുത്തിയിട്ട് ആ ഗിൽട്ടിനെ മാറ്റാനുള്ള മാർഗങ്ങൾ സൈക്കോതെറപ്പിയിലുണ്ട്. നമ്മളൊരു പീപ്പിൾ പ്ലീസർ ആണെന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു, നിങ്ങൾക്ക് മാത്രം സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ അത് മറികടക്കാനായിട്ട് അസേർട്ടീവായിട്ടുള്ള മാർഗങ്ങളും സ്കിൽ ട്രെയിനിങ്ങും പഠിപ്പിക്കുന്ന രീതികൾ സൈക്കോതെറപ്പിയിലുണ്ട്. അപ്പോൾ ഈ റിയാക്റ്റീവ് ഡിപ്രഷനിലാണ് കൂടുതലും സൈക്കോതെറപ്പി ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. പ്ലസ് നമുക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴേ, ലൈഫ് അത്ര സ്മൂത്ത് ഒന്നും അല്ലല്ലോ, എല്ലാ ദിവസവും പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനല്ലേ ലൈഫ് എന്ന് പറയാം. ഈവൻ ലൈഫ് ഇസ് വാട്ട് ഹാപ്പൻസ് ടു യു വെൻ യു മേക്ക് അതർ പ്ലാൻസ് എന്ന് പറയും. അപ്പോൾ ഇതിനോട് പൊരുത്തപ്പെടാനുള്ള കോപ്പിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പൊരുത്തപ്പെടൽ സ്ട്രാറ്റജീസ്, എങ്ങനെ നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യാം, എങ്ങനെ നമുക്ക് റെസിലിയൻ്റ് ആകാം, ഇതൊക്കെയാണ് തെറപ്പി ഒരാളെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും തെറപ്പി എന്ന് പറയുന്നത് ഒരു ഉപദേശമല്ല, അല്ലെങ്കിൽ ഒരു ലെക്ചർ അല്ല, അതൊരു കൊലാബറേറ്റീവ് ഡിസ്കഷൻ ആണ് ആഫ്റ്റർ എ പ്രോപ്പർ അസസ്മെന്റ്. ഞാൻ പലപ്പോഴും ചുറ്റുവട്ടത്ത് കണ്ടിട്ടുണ്ട് ആൾക്കാർ വെൻ ദേ ആർ ഷോയിങ് സൈൻസ് ഓർ സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ, അപ്പോൾ സഡൻലി ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക. പെട്ടെന്ന് ജിം ബോഡി ക്രിയേറ്റ് ചെയ്യണം, പെട്ടെന്ന് ഫുഡ് ഹാബിറ്റ്സ് എല്ലാം മാറ്റണം, അല്ലെങ്കിൽ യോഗയായി അല്ലെങ്കിൽ മെഡിറ്റേഷനായി ഏതെങ്കിലുമൊക്കെ വഴിയിൽ അവർ ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് അറ്റ് ദ പ്രോബ്ലം ഫോർ വാട്ട് ഇറ്റ് ഈസ്, പല രീതിയിലും അത് കോപ്പ് അപ്പ് ചെയ്യാൻ നോക്കുന്നത്. അത് എഫക്റ്റീവ് ആണോ? ഹെയർ കട്ട്, എഫക്റ്റീവ് ആണോ? ഇതൊക്കെ ടെമ്പററിലി ചിലപ്പോൾ എഫക്റ്റീവ് ആയിരിക്കും, പക്ഷേ ഇഫ് ദർ ഇസ് എ മേജർ ക്ലിനിക്കൽ പ്രോസസ് റണ്ണിങ് ഇതൊക്കെ പതുക്കെ വീൻ ഓഫ് ചെയ്യും. ഇപ്പം ചിലർ പറയുന്നത് കേൾക്കാം, നിങ്ങൾ ബിസി ആയിട്ടിരുന്നാൽ മതി എന്ന്, അപ്പോൾ വേറെ തോട്ട്സ് ഒന്നും വരില്ല എന്ന്. പക്ഷെ അവിടെ ഒരു ഭയങ്കര അപകടമുണ്ട്. നിങ്ങളിങ്ങനെ സദാ ബിസി ആയിട്ടിരിക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് എക്സോസ്റ്റഡ്.
എന്നിട്ട് വെൻ യു കം ബാക്ക് ടു സ്ലീപ്പ്, ദാറ്റ് ഇസ് വെൻ യു ആർ അലോൺ, ഓൾ ദീസ് തോട്ട്സ് വിൽ കം ബാക്ക് ടു യു ആൻഡ് ഇൻ്റർഫിയേഴ്സ് വിത്ത് യുവർ സ്ലീപ്പ്. അപ്പോൾ തന്നെ നമ്മുടെ ക്വാളിറ്റി കുറഞ്ഞു സ്ലീപ്പിൻ്റെ, അല്ലേ? സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കുറയുന്നത് ഡിപ്രഷൻ്റെ ഒരു കാതലായ സിംറ്റം അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് എംപ്റ്റി എക്സോഷൻ അല്ല, എന്തൊക്കെയോ ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്ത് തളർന്ന്, അതല്ല. നമുക്ക് വേണ്ടത് ഒരു പ്രൊഡക്റ്റീവ് എക്സോഷനാണ്. നമുക്ക് കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റുകയും ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുകയും അവനവനെ പറ്റിയിട്ടുള്ള സെൻസ് ഓഫ് സെൽഫ് വർത്ത് നന്നായിട്ടിരിക്കുകയും ഹോപ്പ്ഫുള്ളായിട്ടിരിക്കാൻ പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടാകുന്ന, ഫങ്ഷനിങ് എഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റീവ് എക്സോഷനോടുകൂടി നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമുക്ക് തൃപ്തിയാണ് അനുഭവം. മറ്റേതിൽ നമുക്ക് ഇതെല്ലാം കൂടി ഇനി ഞാൻ ആലോചിക്കണമല്ലോ എന്നുള്ള ഓവർവെൽമിംഗ് ആണ് അനുഭവം. അപ്പോൾ അത് രണ്ടും തമ്മിൽ വളരെ വ്യക്തമായ വ്യത്യാസമുണ്ട്. ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കിങ്, ഈ ഒരു കോൺവെർസേഷൻ ഇപ്പം നടക്കുന്നുണ്ടല്ലോ, അതിനെ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എങ്ങനെയാണ് കാണുന്നത്? അല്ല, നമുക്കില്ലേ വെറുതെ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട് ഇവിടെ, നമുക്കതിനെ ഒരു തുണി കൊണ്ട് മൂടിയിടാം. എത്ര നാൾ? അതാണ്. അതായത് ടോക്സിക് പോസിറ്റിവിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഇല്ല, എല്ലാം ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി, അഫർമേഷൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോഴേ മനുഷ്യർ തമ്മിൽ വ്യക്തി വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോവാണ്. ഇപ്പോൾ ചിലർക്ക് ചിലപ്പോൾ അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ എല്ലാവരുടെയും സൈക്കി ഒരേപോലെ അല്ല. അപ്പോൾ ചില ആൾക്കാർ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്താണ് എൻ്റെ സാഡ്നെസ് മാറാത്തത്, അപ്പോൾ ഞാൻ എന്തോ കുഴപ്പക്കാരനാണ് അല്ലെങ്കിൽ കുഴപ്പക്കാരിയാണ്, അല്ലെങ്കിൽ എനിക്ക് അവരെ കുറേയും കൂടെ ഇകഴ്ത്തി കാണുന്ന ഒരു രീതിയിലേക്ക് മാറും. ഈ ഒരുപാട് മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കേട്ട് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം അതാണ്. അതിൽ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യർ അവിടെ ഒരു ഫെയിലിയർ ആയിട്ട് കണ്ടു തുടങ്ങും. അതെ. പിന്നെ പലതും ചെയ്തിട്ട് ഇവർക്ക് ഉദ്ദേശിക്കുന്ന ദിവസങ്ങളിലേക്ക് ചെയ്ത് തീർക്കാൻ പറ്റാണ്ട് വരുമ്പോൾ എഗെയിൻ അതെൻ്റെ തകരാറാണെന്ന് വിചാരിക്കുന്നു. ഫിയർ ഓഫ് ഫെയിലിയർ കാരണം വീണ്ടും കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നു, പ്രോക്രാസിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ഈ സിംറ്റം സർക്കിളിലേക്ക് കയറുകയാണ്. പ്രോപ്പറായിട്ടുള്ളൊരു ഇവാലുവേഷൻ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുന്ന, ആ വ്യക്തിയുടെ ഫാമിലി മെമ്പറും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ. അപ്പോൾ എനിക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ശൈലേഷിയുടെ അടുത്ത് എപ്പോഴാണ് വരേണ്ടത്? നിങ്ങളുടെ സംശയമുണ്ടെങ്കിൽ ഡെയിലി ലൈഫിനെ അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളോട് പറയാണ്, ഇപ്പോൾ പുറത്തേക്ക് കാണാനില്ലല്ലോ, അങ്ങോട്ട് വരുന്നില്ലല്ലോ, ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, കുറേ നാളായല്ലോ കണ്ടിട്ട്. അപ്പം നമ്മൾ സോഷ്യലി വിഡ്രോവൽ അല്ലെങ്കിൽ സോഷ്യലി വിഡ്രോൺ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മളെപ്പോഴും ഒരു ഇറിറ്റേറ്റഡ് അനോയിഡ് മൂഡിലാണ്, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ആ വിഷാദം എന്ന് പറയുന്ന ഒരു ഭാവമുണ്ട്. പണ്ടുള്ള ഒരു മൗനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചൊക്കെ ഈ മേജർ ഡിപ്രസീവ് എപ്പിസോഡിനെ സൂചിപ്പിച്ചിരുന്നു. അപ്പം അതായത് അവരിങ്ങനെ മിണ്ടാണ്ട് ഒരു ഭാഗത്തിരിക്കുന്നതിനെ ആ മൗനം എന്നുള്ള വാക്ക് അതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈഫിനെ ഇത് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഫങ്ഷനെ ബാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സെൻസ് ഓഫ് ഏർജൻസി ഇല്ലാണ്ട് നമുക്ക് എണീക്കാൻ പറ്റുന്നില്ല, എപ്പോഴും അങ്ങ് വെപ്രാളം, ഓവർവെൽംഡ് ഫീലിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടൈം ടു കൺസൾട്ട്. പക്ഷെ കൺസൾട്ടേഷൻ ഡസൻ മീൻ ദാറ്റ് ദെയർ വിൽ ബി ഡയഗ്നോസിസ്. ചിലപ്പോൾ ഇതൊരു പ്രിലോങ്ഡ് സ്ട്രെസ്സർ ആണെങ്കിലോ, അപ്പോൾ നമ്മൾ സ്ട്രെസ്സറിൻ്റെ സോഴ്സ് എലിമിനേറ്റ് ചെയ്യുക, വേറെ കാര്യങ്ങളായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ സിംറ്റംസ് ഉണ്ട്, പല സ്ട്രെസ്സേഴ്സും അല്ലെങ്കിൽ പല അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസും ഡിപ്രഷൻ്റെ സിംറ്റംസിനെ മിമിക് ചെയ്യും. അപ്പോൾ ഇവാലുവേഷൻ ചെയ്താലാണ് നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവാലുവേറ്റ് ചെയ്യാതെയാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവാലുവേഷൻ മസ്റ്റാണ്. കാര്യം വ്യക്തി വ്യത്യാസങ്ങളാണ് മനുഷ്യരുടെ മുഖമുദ്ര. അതിനെ പരിഗണിക്കാതെ കാടടച്ച് വെടിവെക്കുന്ന ഒരു സംവിധാനം ഒരു കാലത്തും ഹെൽപ്ഫുൾ അല്ല. That brings us to the section where we talk about women and children. കുട്ടികളുടെ കാര്യത്തിൽ പലപ്പോഴും ഡിപ്രഷൻ ഉണ്ടെന്ന് ഇപ്പോൾ കേട്ട് വരുന്നുണ്ട്. അത് പണ്ട് മുതലേ ഉള്ള കാര്യമാണോ, അതോ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രഷേഴ്സും കരിയർ പ്രഷേഴ്സ് അതൊക്കെയാണോ മാനിഫെസ്റ്റ്? അല്ല, ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ ഹാസ് ബീൻ ദെയർ ഇൻ ദ ടെക്സ്റ്റ് ബുക്സ് ഫോർ എ വെരി ലോങ് ടൈം. കാരണം നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഏകദേശം ഒരു 10 വയസ്സ് തൊട്ടുള്ള പ്രായത്തിലൊക്കെയാണ് നമ്മളിത് കാണുന്നത്. നമ്മളുടെ തലച്ചോറിൻ്റെ വികസനം അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ഒരു പരമാവധി വികസനം എന്ന് പറയുന്നതൊക്കെ നടക്കുന്നത് ഏകദേശം ആ സമയത്താണ്. അപ്പോൾ നമുക്ക് എല്ലാ
കോൺസെപ്റ്റ്സും മനസ്സിലാവാൻ തുടങ്ങും. എല്ലാ രൂപമുള്ള കോൺസെപ്റ്റ്സും രൂപമില്ലാത്ത കോൺസെപ്റ്റ്സും അബ്സ്ട്രാക്റ്റ് ആൻഡ് കോൺക്രീറ്റ് കോൺസെപ്റ്റ്സും നമുക്ക് മനസ്സിലാവാൻ തുടങ്ങുന്ന സമയമാണ് കുട്ടികൾക്ക്. അവർക്ക് മെമ്മറിയും ഫോം ചെയ്യാൻ തുടങ്ങും, ലോങ് ടേം മെമ്മറി. അല്ലാണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോകുമല്ലോ. ഇപ്പോൾ 2ാം ക്ലാസ്സിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ വ്യക്തമായ ഓർമ്മയൊന്നുമില്ലല്ലോ. പക്ഷെ ഒരു 10 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടിട്ടാണ് ചില അനുഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ ഡിപ്രസീവ് ഫീച്ചേഴ്സ് കാണാറുണ്ട്. അവരുടെ ഫീച്ചേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ ഫീച്ചേഴ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാര്യം അവരിൽ പലർക്കും ഈ ഡിക്ലൈൻ ഇൻ അക്കാഡമിക് പെർഫോമൻസ് ഉണ്ടാകാം. ഓക്കെ, പഠനത്തിൽ പഠനത്തിൽ പിന്നോട്ട് പോവാം, സ്കൂൾ റെഫ്യൂസൽ വരാം, ചിലരിൽ പോകാൻ മടി മടി എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കും. സ്കൂളിൽ പോകാൻ അവരൊരു വിമുഖത കാണിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ റിഗ്രസീവ് ബിഹേവിയർ എന്ന് പറയും. അവരുടെ പ്രായത്തിന് അപ്രോപ്രിയേറ്റ് അല്ലാത്ത ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ അതുവരെ ഇല്ലാത്തൊരു ബെഡ് വെറ്റിംഗ്, അല്ലെങ്കിൽ ടാൻഡ്രംസ് കാണിക്കുക, വാശി പിടിക്കുക, നഖം കടിക്കുക, അല്ലെങ്കിൽ തലമുടി ഇങ്ങനെ പിഴുതെടുക്കുക, സ്കിൻ പിക്കിംഗ് ബിഹേവിയേഴ്സ്, ഇതൊക്കെ പല കുട്ടികളിലും കാണാറുണ്ട്. പിന്നെ അവർ വീട്ടിലുള്ളവരെ ട്രബിൾ ചെയ്യുക, അവർക്കൊരു സ്വൈര്യം കൊടുക്കാത്ത വിധത്തിൽ അവരുടെ പിന്നാലെ നടന്ന് എനോയ് ചെയ്ത് ട്രബിൾ ചെയ്ത്, എന്നിട്ട് ഇവരെന്തെങ്കിലും രീതിയിൽ ഇൻവോൾവ് ആകാൻ വന്നു കഴിഞ്ഞാൽ അവർ സോഷ്യലി അപ്പം തന്നെ വിഡ്രോൺ ആയിട്ട് റൂമിനകത്ത് കയറിയിരിക്കുകയും ചെയ്യും. അപ്പോൾ ചില കുട്ടികൾ ചിലപ്പം ഇതേപോലെ അവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അമിതമായ ദേഷ്യമായിട്ടും പ്രകടിപ്പിക്കാറുണ്ട്. അവർക്കത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് സൃഷ്ടിക്കണം, സപ്പോർട്ട് കൊടുക്കണം. ചാടി കയറി അവരെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം അവർക്ക് പറയാനുള്ളത് പേഷ്യൻ്റായിട്ട് നമ്മൾ കേട്ട് മനസ്സിലാക്കി, കാര്യമുള്ള കാര്യമാണെങ്കിൽ ചിലതിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മതിയായിരിക്കും, ചിലതിൽ ട്രീറ്റ്മെൻറ്റ് പോലും വേണ്ടി വരില്ല. അവർക്ക് പുറത്ത് പറയാൻ മടിയുള്ള എന്തെങ്കിലും, ഇപ്പോൾ ഒരു അബ്യൂസ്, അത് സെക്ഷൽ അബ്യൂസ് തന്നെ ആവണമെന്നൊന്നുമില്ല, ഫിസിക്കൽ അബ്യൂസ് ആകാം, ബുള്ളിയിങ് ഫ്രം അതർ ചിൽഡ്രൻ ആകാം, ബുള്ളിയിങ് ഫ്രം എ ഫാമിലി മെമ്പർ ആകാം, അപ്പോൾ ഇമോഷണൽ അബ്യൂസ് ആകാം. അപ്പം അതൊന്ന് കേട്ടാലല്ലേ നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ പേരൻസിന്റെ റോളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളും പേരൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ ഈ പണ്ടത്തെ ഒരു ആവശ്യമില്ലാത്തൊരു ഹൈറാർക്കിയുടെ ഒരു പവർ ഡൈനാമിക്സ് കൊണ്ടുവരാതിരിക്കണം. ഹൈറാർക്കി വേണ്ടെന്നല്ല പറഞ്ഞ്, ഹൈറാർക്കി വേണം, പക്ഷെ അവിടെ ആ ഒരു പവർ ഇത് വന്നിട്ടേ ബ്ലൈൻഡായിട്ട് പേരൻസ് കുട്ടികളോട് ഞാൻ പറയുന്ന അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് നമ്മൾ പാടെ ഉപേക്ഷിക്കേണ്ട കാലം കഴിഞ്ഞു. കാര്യം കുട്ടികൾ പറയുന്നത് നമ്മൾ കേൾക്കണം. സോ ഇറ്റ് ഈസ് ബേസിക്കലി അബൌട്ട് റെസ്പെക്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അബ്സല്യൂട്ട്ലി. ബിക്കോസ് അവർ ഇൻഡിവിജ്വൽസ് അല്ലേ, അവരെ നിങ്ങൾ റെസ്പെക്ട് ചെയ്ത് തുടങ്ങിയാലാണ് അവർക്ക് സ്വന്തമായിട്ട് ആ വാല്യൂ, സെൻസ് ഓഫ് സെൽഫ് വെർത്ത് വരുള്ളൂ. ഞങ്ങൾ ഒരിക്കലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ എൻ്റെ ചെറിയ മോൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് മാത്രം എന്താ മെനു തരാത്തത്, ബാക്കി എല്ലാവർക്കും കൊടുത്തല്ലോ. അപ്പോൾ ഒരാളെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ഫീൽ അവിടെ വരികയാണല്ലോ. നമ്മൾ ഈ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ നമ്മുടെ, അതാണ് നമ്മൾ ഷെഡ് ചെയ്യേണ്ടത്. കുട്ടികളോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും. ഇപ്പൊ മുതിർന്ന ഒരാൾ എനിക്ക് മനസ്സിന് വിഷമമുണ്ട്, സങ്കടമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓ അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എന്ന് പറയുന്നതും ഇതേ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആറ്റിറ്റ്യൂഡാണ്. കറക്റ്റ്. ആൻഡ് ദാറ്റ് ബ്രിങ്സ് us to the section which is I think one of the most നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് വിമൻ. കാരണം പലപ്പോഴും ഈ റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഫുൾ ലോഡ് എടുക്കണ ഒരു വീട്ടിൽ ഇമോഷണൽ ലോഡ് എടുക്കുന്നത്, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ പ്രൊവൈഡർ എന്ന നിലയ്ക്ക് ഒരാണുണ്ടെങ്കിലും ഒരു ഹോം മേക്കർ ആണെങ്കിൽ ആ ഇമോഷണൽ ലോഡ് മുഴുവൻ സ്ത്രീകളുടെയാണ്. അപ്പോൾ ആ ഇമോഷണൽ ലോഡ് താങ്ങുന്ന സ്ത്രീകൾക്ക് അവരുടെ സ്വന്തം ഇമോഷൻസിനെയോ അതിനോ ഹാൻഡിൽ ചെയ്യാനുള്ള റിസോഴ്സസും കാണില്ല, ഫിനാൻഷ്യൽ പ്രോബബ്ലി, ആൻഡ് ഓൾസോ ദ സപ്പോർട്ട്. കാരണം അവരാണ് ഗിവ് ചെയ്യുന്നത് എല്ലാവർക്കും. ഹൗ ഡു യു സീ ദിസ് സിറ്റുവേഷൻ ഇൻ ഫാമിലീസ്? എങ്ങനത്തെ കേസസ് ആണ് ഇതിൻ്റെ അടുത്ത് വരുന്നത്? സ്ത്രീകളുടെ ആരാണ് കൊണ്ടുവരുന്നത്, അവരെങ്ങനെ എത്തുന്നു? ഇത് ഞാൻ രണ്ടും കണ്ടിട്ടുണ്ട്. അതായത് വളരെ വൾണറബിൾ മെന്നുണ്ട് ഹു റെക്കഗ്നൈസ് ദ ഡിഫിക്കൽട്ടീസ് വിത്ത് ദെയർ ഫീമെയിൽ പാർട്ട്ണർ ആൻഡ് ദേ ബ്രിങ് ദെം ആൻഡ് സേ ദാറ്റ് ഇവർ തീരെ സെൽഫ് കെയർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള മെന്നും ഉണ്ട്, വെറുതെ ആവശ്യമില്ലാണ്ട് ഇതൊക്കെ ആലോചിച്ച് കൂട്ടുന്നതാണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊന്നും ഒരു സാമാന്യവൽക്കരണം അല്ലെങ്കിൽ ജനറലൈസേഷൻ പോസിബിൾ അല്ല. പക്ഷെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ടേക്ക് എന്താണെന്ന് വെച്ചാൽ, ഇഫ് എ റിലേഷൻഷിപ്പ് ഇസ് ബെറ്റർ, ഇഫ് ദ പാർട്ട്ണർ ഇസ് അണ്ടർസ്റ്റാൻഡിങ്, അവിടെ നമുക്ക് ഇത്തരം പ്രോബ്ലംസ് വരാനുള്ളത് ആ പ്രോബബിലിറ്റി അങ്ങ് കുറയുവാണ്.
സോ ഇഫ് യു വർക്ക് ഓൺ യുവർ റിലേഷൻഷിപ്സ്, അതെന്തോ ആട്ടെ, ഇപ്പം കുട്ടിയും പേരൻറ്റും ആയിക്കോട്ടെ, 2 പാർട്ട്നേഴ്സ് തമ്മിലായിക്കോട്ടെ, 2 സുഹൃത്തുക്കൾ തമ്മിലായിക്കോട്ടെ, നമ്മൾ ആ റിലേഷൻഷിപ്പിൽ എത്രമാത്രം നന്നായിട്ട് വർക്ക് ചെയ്യുന്നോ അത്രയും മനുഷ്യർ തൃപ്തരായിരിക്കുമല്ലോ. അതെ, അവരുടെ ആ ഒരു സപ്രഷനും റിസെൻമെൻറ്റും ഒക്കെ കുറയല്ലേ. അപ്പോൾ നമുക്ക് ഈ ഡിപ്രസീവ് ഫീച്ചേഴ്സ് ട്രിഗർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറയാണ്. ഇപ്പൊ സ്ത്രീകളിൽ എന്തൊക്കെ തരത്തിലുള്ള ഡിപ്രഷനാണ് കാണുന്നത്? സ്ത്രീകളിൽ മെയിനായിട്ടും മേജർ ഡിപ്രസീവ് ഡിസോർഡർ വരാറുണ്ട്, പിന്നെ പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയുന്ന വരാറുണ്ട്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വരാറുണ്ട്. പേഴ്സണാലിറ്റി പ്രശ്നമുള്ള സ്ത്രീകളിൽ സൈക്ലോതൈമിയ എന്ന് പറയുന്ന ഷോർട്ട് ലാസ്റ്റിംഗ് സ്മോൾ എപ്പിസോഡ് ഓഫ് ഡിപ്രഷൻ വരാറുണ്ട്. പ്രധാനമായിട്ടും ഇത് 4 കാണാറ്. അപ്പം നമ്മൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നമ്മൾ പലപ്പോഴും സംസാരിക്കുന്ന വിഷയമാണ്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ആദ്യത്തെ മകളെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു സെൻസ് ഓഫ് ലൈക്ക് യു സെഡ് ഒരു കംപ്ലീറ്റ് ഹോപ്പ്ലെസ്നെസ് ആൻഡ് ഹെൽപ്ലെസ്നെസ് ആയിരുന്നു. കാരണം ഇറ്റ് വാസ് എ വെരി ഓവർവെൽമിങ് ഫീലിംഗ് ഫോർ എ ലോങ് ടൈം, ഒരു 8-9-10 മാസം വരെ. ആൻഡ് ഞാൻ എന്താണ് അണ്ടർഗോ ചെയ്യണമെന്ന് എനിക്കും അറിയില്ല, എനിക്ക് ആരോടും എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നുമില്ല. അതൊരു വല്ലാത്ത സിറ്റുവേഷൻ ആണ് ശൈലജ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ആൻഡ് അത് മനസ്സിലാക്കി വരാൻ എനിക്ക് 4-5 വർഷം എടുത്തു. അപ്പോൾ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്ന സ്ത്രീക്ക് എന്തായിരിക്കും ഉള്ളിൽ കിടക്കുന്ന കളിക്കുന്ന ഫീലിങ്സ്? ഈ 2 ആംഗിൾ ഉണ്ടായിരുന്നു. അതായത് ഈ ഫസ്റ്റ് ചൈൽഡിന്റെ കാര്യത്തിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വരുന്നവരും, ഫസ്റ്റ് ചൈൽഡിന്റെ കാര്യത്തിൽ എല്ലാം നന്നായിട്ട് പോയിട്ട് സെക്കൻഡ് ചൈൽഡിന്റെ കാര്യത്തിൽ ഇത് വരുന്നവരും ഉണ്ട്. ഫസ്റ്റ് ചൈൽഡിന്റെ കാര്യത്തിലാണ് കോമൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആദ്യത്തെ അനുഭവമാണ്, എല്ലാം പുതിയതാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ ഈ ഗർഭകാലത്തുള്ള എല്ലാവരുടെയും എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഈ കുട്ടി പുറത്ത് വന്നു കഴിഞ്ഞിട്ട് 2 ദിവസം കുട്ടി ഉറങ്ങാണ്ടായി കഴിയുമ്പം എല്ലാവരുടെയും ക്ഷമ നശിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഓൾ ദ തിങ്, എല്ലാ റെസ്പോൺസിബിലിറ്റിയും നാച്ചുറലി സ്ത്രീകളിലേക്ക് വരുന്നു. അപ്പോൾ അതിന് പലരും പറയുന്നൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാണല്ലോ ഫീഡ് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്താണല്ലോ കുട്ടി അറ്റാച്ച്ഡ്, ഇതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ആ സ്ത്രീക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പ്, ബ്രെയിൻ റെസ്റ്റ് എടുക്കാൻ പാകത്തിനുള്ള ഒരു സ്ലീപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വീട്ടിലുള്ള മറ്റുള്ളവർ ആ കുട്ടീനെ കുറച്ച് ഹാൻഡിൽ ചെയ്യുന്നൊരു സിസ്റ്റം ആദ്യം തൊട്ടേ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര സപ്പോർട്ടല്ലേ. ഇനി ഇപ്പോൾ എല്ലാവർക്കും ഒരു ജോലിക്ക് ആളെ വെക്കാനും കുട്ടീനെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അവർ വീട്ടിലെ ജോലികൾ ചെയ്യണം, കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണം, മറ്റാൾക്കാരുടെ കാര്യങ്ങൾ നോക്കണം. അന്നേരം അവർ അവനവൻ്റെ ഹെൽത്ത് കോംപ്രമൈസ് ചെയ്യും. അവർ കുട്ടി ഉറങ്ങണ നേരത്തെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. കുട്ടി എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഉറങ്ങാൻ പറ്റൂല്ല. ഇതൊക്കെ ഇതിനകത്തെ കോംപ്ലിക്കേറ്റഡ് ഡൈനമിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഫാമിലി സപ്പോർട്ട് ആണ് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യം. 2ാമത്തെ കുട്ടിയുടെ കാര്യത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2ാമത്തെ പ്രഗ്നൻസി ചിലപ്പം പ്ലാൻഡ് ആയിരിക്കില്ല. ചിലപ്പോൾ ആദ്യത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കരിയറൊക്കെ ഒന്ന് സെറ്റായി കരിയർ ഗ്രോത്തിൻ്റെ ടൈമിലായിരിക്കും ഈ സെക്കൻഡ് ഡെലിവറി വരുന്നത്. അപ്പോൾ അവർക്കൊരു ഭയങ്കര ആശയക്കുഴപ്പം കാണും. ഇത് വേണ്ടിയതായിരുന്നോ, ഇപ്പം ഞാൻ മാത്രം സഫർ ചെയ്യുന്നു എന്നൊക്കെ ചില അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സെക്കൻഡ് ചൈൽഡിനെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു, വേറെ ആരുമില്ല, ഫസ്റ്റ് ചൈൽഡിനെ നഴ്സറി വിടണം, സെക്കൻഡ് ചൈൽഡിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അവർക്കൊരു ഒറ്റപ്പെട്ട ഫീലിംഗ് വരും. ദേ ഫീൽ വെരി ഐസൊലേറ്റഡ് ആൻഡ് ഇതെന്തോ ഇവരുടെ മാത്രം ബാധ്യതയാണെന്നുള്ള മട്ടിൽ സൊസൈറ്റി അല്ലെങ്കിൽ ആ ഫാമിലി ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇവരിൽ ഇറിറ്റബിലിറ്റി കൂട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലർ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ ഉപദ്രവിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വരെ പോകാം. അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് ഒരു പരിധി വരെയെങ്കിലും ഇത് അലിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് ഫാമിലി സപ്പോർട്ടാണ്, ഫാമിലി സപ്പോർട്ടാണ്, പാർട്ട്ണർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി. ഇത് പലപ്പോഴും ആരും പറയാറില്ല. മെറ്റേണിറ്റി ലീവ് ഇപ്പം മെന്നിനും പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ പല കമ്പനീസും, കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതൊക്കെ ഭയങ്കര സ്വാഗതാർഹമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ദാറ്റ് ദേ ക്യാൻ ഗെറ്റ് ഇൻവോൾവ്ഡ്. ഇതിൽ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ തെറപ്പി എത്രത്തോളം? രണ്ടും ഹെൽപ്ഫുൾ ആണ്. ഒന്നാമത്തെ സമയമില്ലാത്ത ഒരു ഫേസ് ആണ്. രണ്ടും ഹെൽപ്ഫുൾ ആണ്. ഇപ്പം പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ സേഫ് ആയിട്ടുള്ള, ലാക്ടേഷനിൽ സേഫ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സൈക്കോട്ടിക് എലമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലായിരിക്കും ഒരുപക്ഷെ മരുന്നൊക്കെ വേണ്ടി വരിക. അല്ലാതെയുള്ള കാര്യങ്ങളിൽ ചിലപ്പം സൈക്കോതെറപ്പി മാത്രം മതിയാവും. ഫാമിലി സപ്പോർട്ട് പ്രോപ്പറായിട്ട് നമ്മൾ മൊബിലൈസ് ചെയ്ത് കൊടുത്ത് ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ നന്നായിട്ട് സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്.
ചിലരെ ഇതിനെ അങ്ങ് നിസ്സാരവൽക്കരിച്ച് സംസാരിക്കും. ഓ, ഞങ്ങൾ ഇതൊക്കെ കുറെ കണ്ടതാ, ഇതൊന്നും ഒന്നുമല്ല. യുവർ പെയിൻ ഇസ് ഡിഫറെന്റ് ഫ്രം മൈ പെയിൻ. ആൻഡ് ആ ഒരു സമയം ഇപ്പം ഇത് മദേഴ്സ് ആണെങ്കിലും മദർ ഇൻ ലോസ് ആണെങ്കിലും അവര് ആ ഒരു സമയമല്ല ഇപ്പോൾ. കാരണം ആ സമയത്ത് കൂട്ടുകുടുംബങ്ങൾ ഉണ്ടായിരുന്നു, വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ന്യൂക്ലിയർ മോഡലിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ക്ലയന്റ് പറഞ്ഞതാണ്, എന്തോ ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞപ്പം അവരുടെ മദറാണോ മദറിലോ ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, അവർ ഭയങ്കരമായിട്ട് അങ്ങ് ചിരിച്ചു. സോ ഷീ ഫെൽറ്റ് വെരി ഇൻസൾട്ടഡ് ആൻഡ് എനോയ്ഡ്. അതോടുകൂടി അവർ തമ്മിലുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അങ്ങ് ഡാമേജ്ഡ് ആയി. കാര്യം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് സംസാരിച്ചു എന്നുള്ളത്, അതിനെ മനസ്സിലാക്കിയില്ല എന്നുള്ളതും അവരുടെ മനസ്സിൽ പിന്നെ അവർക്ക് ഡിപ്രസീവ് എപ്പിസോഡായിട്ട് വരുന്നത് അതും കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷമാണ്. അപ്പം നമ്മളത് ബാക്കിലേക്ക് ചോദിച്ചു വരുമ്പോഴാണ് ദിസ് ഇസ് ദ ട്രിഗർ എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിപ്രഷൻ എന്ന് പറയുന്നത് സൈക്യാട്രിയിലെ കോമൺ കോൾഡാണ്. കോൾഡ് നമുക്ക് വരുന്നത് നമുക്ക് മറ്റ് അണ്ടർലൈങ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഡിപ്രഷനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കാണാം. പുറത്തേക്ക് ഡിപ്രഷനായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് അണ്ടർലൈങ് ആയിട്ടുള്ള പല ഡൈനാമിക്സും സൈക്കോപത്തോളജിയും ഇൻട്രാക്ഷൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എവിടെയാണ് കാണുന്നത്? ഡിസോർഡേഴ്സ് എന്ന നിലയിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ പ്രത്യേകിച്ച് ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റിയിലാണ് ഏറ്റവും കോമൺ ആയിട്ട് ഷോർട്ടർ പീരിയഡ് ഓഫ് ഡിപ്രസീവ് എപ്പിസോഡ്സ് കാണുന്നത്. പിന്നെ മൂഡ് എന്ന് പറയുന്നത് ഒരു ക്ലാസിക് സിംറ്റം ആണല്ലോ. മൂഡ് ലോ ആവുക എന്നുള്ളത് ഒരു ക്ലാസിക് സിംറ്റം ഓഫ് ഡിപ്രഷനാണ്. അത് ഈ പറഞ്ഞതിൽ ഏത് എപ്പിസോഡിലും അല്ലെങ്കിൽ ഏത് ടൈപ്പിലും മൂഡ് വിൽ ബി എഫക്റ്റഡ്. അപ്പം മൂഡ് ആൻഡ് എഫക്റ്റ് എന്നാണ് പറയുക. മൂഡ് എന്ന് പറയുന്നത് സ്റ്റഡി ആൻഡ് സസ്റ്റെയിൻഡ് സ്റ്റേറ്റ് ഓഫ് ഇമോഷനാണ്. എഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പുറമേക്കുള്ള എക്സ്പ്രഷനാണ്. അപ്പം നമുക്ക് ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അവരോട് ഹൗ യു ഫീലിംഗ് എന്ന് ചോദിക്കുമ്പോൾ അവർ അവരുടെ സബ്ജക്റ്റീവ് ഫീലിംഗ് പറയുകയും നമ്മൾ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, അതിനെ ഒബ്ജക്റ്റീവ് ഫീലിംഗ് എന്നും പറയും. ഇത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്യണം വെൻ യു ടേക്ക് എ ക്ലിനിക്കൽ ഹിസ്റ്ററി ഓർ എ മെൻ്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ. പിന്നെ മൂഡ് അപ്രോപ്രിയേറ്റ് ആണോ എന്ന് നോക്കണം. ഒരു ഔചിത്യക്കുറവ് ചില സന്ദർഭങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ആ സിറ്റുവേഷനെ മാച്ച് ചെയ്യുന്ന മൂഡല്ലല്ലോ. ഒരു എക്സാമ്പിൾ പറയൂ. ഇപ്പം ഒരു മരണം നടന്ന സ്ഥലത്ത് പോയിരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ അജിറ്റേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയോ ചിരിക്കുകയോ തമാശ പറയുകയൊക്കെ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് അപ്രോപ്രിയേറ്റ് അല്ലേ ടു ദ കോണ്ടെക്സ്റ്റ്. ഓക്കെ. സൈക്കോട്ടിക് ഡിപ്രഷനിൽ ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവാം. So this is so much to know and നമ്മൾ basically we have just skimmed the surface and for my viewers പലപ്പോഴും ഞാൻ വീഡിയോസിൽ പറയുന്നത് നമ്മൾ ഡെപ്തിൽ പോവാത്ത അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിലേക്കോ ഇതിലേക്കൊന്നും നമ്മൾ ഡെപ്തിൽ പോവാത്ത ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചാനലാണ്. ഇതിൽ നിന്ന് നമുക്ക് അവെയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റൻഷൻ. നമ്മുടെ അവെയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ആ അവെയർനെസ്സിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദ ഫസ്റ്റ് തിങ് ടു ഡു ഇസ് ടു സീക്ക് ഹെൽപ്പ്, സീക്ക് ട്രീറ്റ്മെൻറ്റ് വിത്ത് ദ റൈറ്റ് പേഴ്സൺ. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം, ഓൺലൈൻ ആക്സസ് ചെയ്യാം, പേഴ്സണലി പോവാം. നമ്പേഴ്സ് ആർ ഗിവൻ ഈവൻ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ദിസ് ഇസ് ജസ്റ്റ് ഫോർ സ്പ്രെഡിങ് അവെയർനെസ്. ട്രീറ്റ്മെൻറ്റിലേക്ക് ഞങ്ങൾ ഡീറ്റെയിലിൽ പോകുന്നില്ല. അത് വളരെ കോൺഷ്യസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ഡിസിഷനാണ്. കാരണം നമുക്കറിയില്ല എക്സാക്ട്ലി വാട്ട് ഈസ് ഗോയിങ് ഓൺ വിത്ത് യു. ഓക്കെ, സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ആൻഡ് ഐ നോ ഇറ്റ് ഇസ് വളരെ കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്ന കാര്യമാണ്. ആൻഡ് ഇതിൽ ഒത്തിരി ലെയേഴ്സ് ഇനിയുമുണ്ട്. ബട്ട് ദിസ് വാസ് ദി ഐ തിങ്ക് ദ ഓവറോൾ picture. We will get into details later. And thanks a lot. And if there is anything that you want to share as a last word, please do. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരു സജഷൻ ഉള്ളത്, നമുക്കിപ്പോൾ ഓൺലൈനും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. ചില ആൾക്കാരുടെ അടുത്ത് പോകാൻ താല്പര്യപ്പെടുന്നു. പക്ഷെ നമ്മളെപ്പോഴും നമ്മളുടെ ലിവിങ് സ്പേസിനോട് ഏറ്റവും ക്ലോസർ ആയിട്ടുള്ള ഒരാളെ കൺസൾട്ട് ചെയ്താൽ നമ്മൾ അവിടെ സ്ഥിരമായിട്ട് പോകാനുള്ള സാധ്യത കൂടുകയും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അല്ലാതെ ഇപ്പോൾ ഇവിടെയുള്ള ഒരാൾ വളരെ ദൂരെയുള്ള ഒരാളെ പോയി കൺസൾട്ട് ചെയ്യണത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏറ്റവും അടുത്തുള്ള ഒരാളെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടിന്യൂറ്റിയും റെഗുലാരിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാനും അതുവഴി നമുക്കിതൊന്ന് കംപ്ലീറ്റ്ലി പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. അതാണ് ഒരു സജഷൻ.
അതുപോലെ വേറൊരു ആസ്പെക്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, പലപ്പോഴും പല സൈക്കോളജിസ്റ്റ് പലർക്കും സ്യൂട്ടബിൾ ആയിരിക്കില്ല. ഇല്ല. ഒരാൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കില്ല വേറൊരു വ്യക്തിക്ക്. അതെ. അപ്പോൾ ആ ഒരു സ്പേസും കൂടി കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ സെറ്റ് ആയില്ലെങ്കിൽ 2-3 പേരെ പോയി ഒന്ന് കൺസൾട്ട് ചെയ്ത് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അതെ. വ്യക്തിയെ ചൂസ് ചെയ്യാനുള്ള ഒരു ലീവേം കൂടി കൊടുക്കണം സ്വയമേ. ഉറപ്പായിട്ടും. കാരണം പലപ്പോഴും ആൾക്കാർ ആദ്യത്തെ ആള് സെറ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ട് ആ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ അതിന്റെ പുറകെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി വിടുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതെ, അതെ. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി വൈറ്റൽ അല്ലേ സി? അപ്പൊ ചിലപ്പം ഇപ്പൊ ചില ക്ലയൻസിന്റെ ഡിമാൻഡ്സ് ചിലപ്പം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം കൂടെ വന്നിട്ടുള്ള ആള് ചിലപ്പം അവരുടേതായ ഒരു അജണ്ടയൊക്കെ പ്രസന്റ് ചെയ്ത് ഇവരോട് ഇങ്ങനെ പറയണം എന്നൊക്കെ പറയും. അതൊന്നും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ ആ കേസ് എടുത്തില്ല എന്ന് വരും. ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലേ മുന്നോട്ട് പോവുള്ളൂ. അതെ, ഇതൊരു തെറപ്യൂട്ടിക് അലയൻസ് എന്ന് പറയും. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. ഇറ്റ് ഹാസ് ടു ബി എ ലിറ്റിൽ ലോങ് ടേം. എനിവേ, താങ്ക്സ് എ ലോട്ട്. യു ആർ വെൽക്കം. താങ്ക് യു.